ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أوصيكم وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما جاء أمرنا جعلنا عليها سافلها وأمطرنا عليها حجارة من سجيل منضود رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقهوا قولي. വളരെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ലഹരിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ലഹരി എന്ന് പറയുന്നത് ഒരു സാമൂഹികമായിട്ടുള്ളൊരു വിപത്താണ്. അത് ഒരാളെ നശിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു സമൂഹത്തെ തന്നെ മൊത്തത്തിൽ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ഇത്തരത്തിലുള്ള ലഹരി പോലെ തന്നെ സാമൂഹികമായി നിലനിൽക്കുന്ന മറ്റു പലതരത്തിലുള്ള തിന്മകളും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള മറ്റൊരു വിഷയത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത്. സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് ഒരു വായിക്കാനിടയായിട്ടുള്ള ഒരു വാർത്ത എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് കണ്ടതും കേട്ടതും എല്ലാം വാർത്തകളാണല്ലോ. യഥാർത്ഥത്തിലുള്ള വാർത്തകൾക്ക് പ്രത്യേകിച്ച് മൂല്യമൊന്നുമില്ലാതെ ചില മാനസികമായിട്ട് നമ്മളെങ്ങനെ ഉണർത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈംഗിക ശേഷിയൊക്കെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾക്കൊക്കെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അതാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കിടന്ന് കൂടുതലായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. അത്തരത്തിലുള്ള ഒരു വാർത്ത അത് ഇപ്രകാരമായിരുന്നു. അതായത് ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേക്ക്, ജന്മദിനത്തിന് ആ കുട്ടിയുടെ മാതാവ് ആ കുട്ടിക്ക് ഒരു പാവ സമ്മാനമായി നൽകി. ഈ കുട്ടിക്ക് ഈ പാവയോട് അതിലില്ലാത്ത സ്നേഹം കൈവന്നപ്പോൾ ആ പെൺകുട്ടി ആ പാവയെ അങ്ങ് വിവാഹം കഴിച്ചു. ഇതൊരു വലിയ വാർത്തയായിട്ട് നമ്മളിങ്ങനെ വായിക്കുകയാണ്. ഇതിന് വാർത്തയ്ക്ക് എന്ത് മൂല്യമുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് മൂല്യമൊന്നുമില്ല. ആരോ ചെയ്യുന്ന എന്തോ ഒരു കാര്യം വാർത്തയായിട്ട് അവർ അവതരിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ എങ്കിലും നമുക്കിതിൽ നിന്നുള്ള ചില പാഠങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വാർത്ത അന്ന് ശ്രദ്ധിക്കാൻ ഇടവന്നതും നിങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തത്. നമ്മൾ ഒരു ചെറിയ കുട്ടി അല്ലെങ്കിൽ ആണ് ഈ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ നമ്മളത് ഒരു കളിയായിട്ടൊക്കെ നമ്മൾ എടുക്കും. ഒരു 5 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ നമ്മളത് രസകരമായിട്ട് എടുക്കും. പക്ഷെ
ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോ ഒക്കെയാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഒരു പ്രതികരണം എന്തായിരിക്കും? യഥാർത്ഥത്തിൽ ഈ ഒരു വാർത്തയിൽ ഉണ്ടായിരുന്നതും ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവർ ഈ പാവയെ വിവാഹം കഴിക്കുകയും എന്നിട്ട് അവരവകാശപ്പെടുന്നത് അതിൽ അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇത് കുറച്ച് വലിയ പാവയായിരുന്നു. വിവാഹം കഴിച്ചപ്പോൾ കുറച്ച് കുട്ടിപ്പാവകൾ അതിൻ്റെ കൂടെ ഉണ്ടാക്കി, എന്നിട്ട് അത് തൻ്റെ കുട്ടിയാണ് എന്ന് അവരെന്ത് ചെയ്യാണ്, അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും ഇങ്ങനെ ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു സ്ത്രീയെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഉണ്ടാക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഇതൊരു ഭ്രാന്താണ്, ആ പെണ്ണിന് ഭ്രാന്താണ്. ഒന്നും കൂടി കേട്ട് കഴിഞ്ഞാൽ അതിനെ ഏതെങ്കിലും ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചികിത്സിക്കേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, പറയും. പക്ഷെ ഇങ്ങനെ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് ഇങ്ങനെ ഒരു വാർത്ത കേട്ട് നമ്മൾ അതിനോട് ആ പെൺകുട്ടിക്ക് ഭ്രാന്താണ് എന്ന് നമ്മൾ പറഞ്ഞാൽ ഇവിടെ മോശക്കാരായി മാറുന്നത് നമ്മളായിരിക്കും. കാരണം ആ ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കാലഘട്ടം മാറിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം വാർത്തകളൊക്കെ പറയുന്നത് ഇതിനെല്ലാം ഇവർ ഉൾക്കൊള്ളിക്കുന്ന ഒരു വാക്കുണ്ട്. അതിനവർ പറയുന്ന പേര് സെക്ഷൽ ഓറിയന്റേഷൻ എന്നാണ്. അതായത് ലൈംഗിക ആകർഷണം എന്നാണ് ഇതിനെ ചുരുക്കി പറയുന്നത്. ഈ ലൈംഗിക ആകർഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആണിന് പെണ്ണിനോടോ അല്ലെങ്കിൽ ഒരു പെണ്ണിന് ആണിനോടോ ഈ അടുത്ത കാലം വരെ തോന്നിയിരുന്ന ഒരു ആകർഷണം ഉണ്ടല്ലോ. അതായത് ഒരു സാധനം കാണുമ്പോൾ ഇഷ്ടമല്ല. ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാവും, നമ്മളെ കാറിനോടൊരു പ്രത്യേക ഇഷ്ടം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും വസ്തുക്കളോട് അല്ലെങ്കിൽ മൊബൈൽ ഫോണിനോട് പ്രത്യേക താല്പര്യം, അങ്ങനെ ഒരു താല്പര്യമല്ല ഇത് പൂർണ്ണമായിട്ടും ഒരു തരത്തിലുള്ള ലൈംഗിക ആസക്തി തോന്നാം. ഇത്തരം വസ്തുക്കളോടൊക്കെ എന്ത് ചെയ്യാം, ഒരു തരത്തിലുള്ള ലൈംഗിക ആസക്തി തന്നെ തോന്നിപ്പോകുക. ഇതിനെയാണ് സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇത് പൊതുവെ ഈ ഒരു 19ാം നൂറ്റാണ്ട് കാലഘട്ടം വരെ ഇത് ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും മാത്രമായിരുന്ന ഒന്നാണ്. ഇസ്ലാമികപരമായിട്ട് അതിൽ കുറച്ചും കൂടി മതിർവരമ്പുകളുണ്ട്. വഴിയിലൂടെ പോകുന്ന ഏതൊരു പെണ്ണിനോടും ഒരു ലൈംഗിക ആകർഷണമോ അല്ലെങ്കിൽ ഏതൊരു പുരുഷനോടും ഒരു ലൈംഗിക ആകർഷണമോ തോന്നുന്നതിനെ ഇസ്ലാം പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. എന്നിട്ട് അതൊരു വിവാഹത്തിലൂടെയുള്ള ഒരു പവിത്രമായിട്ടുള്ള ഒരു ഭർത്താവിന് ഭാര്യയോടും ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോടും മാത്രം തോന്നുന്ന ഒന്നിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാം അതിനെ വെട്ടിച്ചുരുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ഇത്തരത്തിലുള്ള ലൈംഗിക ആകർഷണങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒന്നാണ് എന്നും അതിനൊക്കെ ശാസ്ത്രീയപരമായിട്ടുള്ള പിന്തുണ ഉണ്ട് എന്നുമാണ് ഈ ഒരു അടുത്ത കാലത്ത് എന്ത് ചെയ്യുന്നത്, ഈ ആളുകൾ നമ്മളോട് അല്ലെങ്കിൽ നമ്മൾക്ക് ഇടയിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗേ എന്ന് പറയുന്ന ഒരു തരം വിഭാഗമുണ്ട്, ഗേയിസം എന്ന് പറയും. അതായത് ഇത്തരം ആളുകൾക്ക് ഒരു പുരുഷനോട് തന്നെ ആയിരിക്കും ആകർഷണം തോന്നാം. ഇഷ്ടമല്ലാട്ടോ, സൗഹൃദം എന്നൊരു വാക്കിലേക്ക് നിങ്ങൾ ഇതിനെ കൊണ്ടുപോകരുത്. ഇത് ലൈംഗിക ആകർഷണമാണ്. ലൈംഗികപരമായിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യാം, ഒരു പുരുഷന് മറ്റൊരു പുരുഷനോട് തന്നെ ആകർഷണം തോന്നാം. അതുപോലെ തന്നെ ലെസ്ബിയനിസം ഉണ്ട്. അതായത് ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയോട് തന്നെ എന്ത് ചെയ്യാം, ആകർഷണം തോന്നാം. ഇനിയോ ഇതിനേക്കാൾ രസകരമായ ഒരു സംഗതി എന്ന് വെച്ചാൽ ബൈസെക്ഷൽ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഇത്തരം ആളുകളുടെ പ്രത്യേകത ഇവർക്ക് ആണായാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ പെണ്ണായാലും കുഴപ്പമില്ല. ആണിനോടും തോന്നും, അതുപോലെ തന്നെ പെണ്ണിനോടും എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ലൈംഗിക ആകർഷണമൊക്കെ തോന്നിപ്പോകും. അതുപോലെ തന്നെ പാൻസെക്ഷൽ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഇവർ പറയപ്പെടുന്നത് എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള സെക്ഷൽ ഓറിയന്റേഷൻ ഏകദേശം 50-ലധികം വിഭാഗങ്ങൾ ഉണ്ടെന്നാണ്. അതിൽ കുറച്ചെണ്ണം നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള കുറച്ചെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞാൻ പഠിച്ചു വന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഈ പാൻസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവർക്ക് ആണിനോടും തോന്നും, പെണ്ണിനോടും ലൈംഗിക ആകർഷണം തോന്നും. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ രൂപം കൊണ്ട് വന്നിട്ടുള്ള മറ്റൊരു വിഭാഗം ഉണ്ടല്ലോ, ആണുമല്ല പെണ്ണും അല്ലാത്തൊരു തരത്തിലുള്ള വർഗ്ഗങ്ങൾ. ഇത്തരത്തിലുള്ള ആളുകളോടും എന്ത് ചെയ്യും, ലൈംഗിക ആകർഷണം തോന്നിപ്പോകും. ഇനി അസെക്ഷൽ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ആളുകൾക്ക് ഒന്നിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല, ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത ഒരു തരത്തിലുള്ള അവസ്ഥ. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഇതൊക്കെ ജീവനുള്ള വസ്തുക്കളോട് തോന്നിപ്പോകുന്ന അവസ്ഥകളാണല്ലോ. എന്നാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കഥയിൽ അല്ലെങ്കിൽ ആ ഒരു വാർത്തയിലുള്ളത് ആ പെൺകുട്ടിക്ക് തോന്നിപ്പോയത് ഒരു പാവയോടാണ്. അതൊരു നിർജ്ജീവമായിട്ടൊരു വസ്തുവാണ്, അതിനോടും എന്ത് ചെയ്യാം, ഒരു ആകർഷണം തോന്നിപ്പോവാം. അപ്പൊ അതൊരു പ്രശ്നമല്ലേ, അതൊരു മാനസികമായിട്ടുള്ള ഒരു വൈകൃതമല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവർ പറയുന്നത് അതൊരു മാനസിക വൈകല്യമല്ല എന്നുള്ളതാണ്.
അത്തരത്തിലുള്ള സംഗതിയോടും എന്ത് ചെയ്യും, ലൈംഗികാകർഷണം തോന്നിപ്പോകും. അതും നോർമലാണ്. അതായത് ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിൽ ഉണ്ടായി വരാകുന്ന ഒന്നാണ് എന്നാണ് ഇവരെന്ത് ചെയ്യുന്നത്, പറയപ്പെടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ചില ആകർഷണങ്ങൾ കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന് പറയുന്ന ഒരു പാരാഫീലിയ എന്നും അതുപോലെ തന്നെ അഗൽമാറ്റോഫീലിയ, ഒബ്ജക്റ്റോഫീലിയ എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള, അതായത് വസ്തുക്കളോട് തോന്നുന്ന ആകർഷണം, അതല്ലെങ്കിൽ ചില എന്താ പറയാ പ്രതിമകളോടും പാവകളോടൊക്കെ തോന്നുന്ന ആകർഷണമൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ആകർഷണങ്ങൾ ഇതെല്ലാം നിയമവിധേയമാക്കണം എന്നും ഇതെല്ലാം സ്വാഭാവികമാണ് എന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ചില തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നും അതിനെയെല്ലാം നമ്മളിങ്ങനെ നോർമലായിട്ട് കണ്ടാൽ മതി എന്നുമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം ആളുകൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. മാത്രമല്ല ലോകത്ത് പല രാജ്യങ്ങളിലും ഇത് നിയമവിധേയമാക്കിയിട്ടുണ്ട്. ഇതിൽ പല സംഗതികളും ഇന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ നിയമവിധേയമാക്കിയിട്ടുണ്ട്. മറ്റുള്ള സംഗതികൾ നിയമവിധേയമാക്കണം എന്നിവർ എന്ത് ചെയ്യുന്നുണ്ട്, പറയപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇവർ വാദിക്കുന്നുണ്ട്. ചില സുപ്രീം കോടതിയിലൊക്കെ അത്തരത്തിലുള്ള ചില രസകരമായിട്ടുള്ള കേസുകളൊക്കെ ഫയൽ ചെയ്ത വാർത്തകളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്ന ചില സംഭവ വികാസങ്ങളാണ്. പക്ഷെ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ തന്നെ ഇവർ പോലും അംഗീകരിക്കാത്ത മറ്റുള്ള ചില ആകർഷണങ്ങൾ കൂടിയുണ്ട്. അതും കൂടി നിങ്ങൾ ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്തുകയാണ്. അതിലൊന്നാണ് പിഡോഫീലിയ. പിഡോഫീലിയ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്താത്ത കുട്ടികളോട് തോന്നുന്ന ആകർഷണം. ഇപ്പൊ നേരത്തെ പറഞ്ഞതൊക്കെ നിയമവിധേയമാക്കണം എന്ന് വാദിക്കുന്ന ആളുകൾ പോലും പിഡോഫീലിയ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയെ എന്ത് ചെയ്യൂല, ചിലപ്പോൾ നിയമവിധേയമാക്കണം എന്ന് ഇവർ വാദിക്കൂല. എന്തുകൊണ്ടായിരിക്കാം? അതൊരു തരത്തിലുള്ള ഇരട്ടത്താപ്പാണല്ലോ. കാരണം അത് നിയമവിധേയം, അത്തരത്തിലുള്ള ആകർഷണങ്ങളൊക്കെ നിയമവിധേയമാക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്നതും നിയമവിധേയമാക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് കൂടി ഇവർ വാദിക്കേണ്ട ഒരു കാര്യമാണല്ലോ. പക്ഷെ ഇത്തരത്തിലുള്ള ഈ ഒരു പിഡോഫീലിയ എന്ന് പറയുന്നതിന് നിയമവിധേയമാക്കണം എന്ന് ഇവർ എന്ത് ചെയ്യൂല, വാദിക്കൂല. അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് നെക്രോഫീലിയ എന്ന് പറയും. നെക്രോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവത്തിനോട് തോന്നുന്ന ഒരു തരം ആകർഷണം. ജീവനുള്ള വസ്തുക്കളൊന്നും തോന്നൂല, എന്നാൽ ശവം കാണുമ്പോൾ ഇവർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ലൈംഗിക ഉത്തേജനം ഉണ്ടായി മാറാം. ഇതും നിയമവിധേയമാക്കണം എന്ന് ഒരാരും പറയൂല. സൂഫീലിയ എന്ന് പറഞ്ഞ മറ്റൊരു പ്രതിഭാസമുണ്ട്. അതായത് മൃഗങ്ങളോട് തോന്നാം. ഇതും നിയമവിധേയമാക്കണം എന്നാരും ഇന്നേ വരെ വാദിച്ചതായിട്ട് എന്ത് ചെയ്യില്ല, നമുക്ക് കാണാൻ സാധിക്കൂല. പക്ഷെ നിങ്ങൾ നോക്കിയിട്ട് ഇത് തന്നെ ഇവരുടെ ഇരട്ടത്താപ്പാണ്. കാരണം ലൈംഗിക ആകർഷണം എന്ന് പറയുന്നത് ചില സംഗതികളോട് തോന്നുന്നതിനെ എല്ലാം നിയമവിധേയമാക്കുകയും അതൊരു സ്വാഭാവികമായുള്ള സെക്ഷൽ ഓറിയന്റേഷൻ, ലൈംഗിക ആകർഷണമാണ് എന്ന് പറയപ്പെടുകയും ചെയ്യുമ്പോൾ, ഞാൻ അവസാനം പറഞ്ഞ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു തരത്തിലുള്ള ലൈംഗിക വൈകൃതമാണ് എന്നുള്ളതാണ്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത് തന്നെ ഇവരുടെ ഒരു ഇരട്ടത്താപ്പാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികപരമായി നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നോക്കി കാണുന്ന ഈ ഒരു സമയത്ത്, ഇതിൽ ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതുമായുള്ള മുഴുവൻ കാര്യങ്ങളും ലൈംഗിക വൈകൃതങ്ങളായിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണക്കാക്കേണ്ടത്. കാരണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ ഒരു സ്ത്രീക്ക് പുരുഷനോടും ഒരു പുരുഷന് സ്ത്രീക്കുമല്ലാതെ മറ്റൊന്നിനോടും ഇത്തരത്തിലുള്ള ഒരു ആകർഷണം തോന്നാൻ പാടില്ല എന്നും, അങ്ങനെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവന്റെ എന്തോ ഒരു മാനസിക പ്രശ്നവും അതിനെ ചികിത്സിക്കുകയുമാണ് വേണ്ടത് എന്നതുമാണ് ഇസ്ലാമിക് മുന്നോട്ട് വെക്കുന്ന ആശയം എന്നുള്ളത്. ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആശയം. പക്ഷെ ഇത്തരം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ 16ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത, അല്ലെ 6ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ഏതോ പ്രാകൃതരായിട്ടുള്ള മനുഷ്യരാണ് എന്നും ആധുനിക ചിന്താഗതികളോടൊന്നും തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധത ഇല്ല എന്നും, ഇതൊക്കെ ശാസ്ത്രീയപരമായിട്ടും മറ്റുമൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യവുമാണ് എന്ന് പറഞ്ഞ് നമ്മളെ, അതല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ഇസ്ലാമിക മതവിശ്വാസികളെ അരികുവൽക്കരിക്കുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഒരു സമ്പ്രദായമാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു പുതിയ ആശയം, അതല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു പുത്തൻ ആശയമാണോ ഇത് എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, ഇതൊരു പുത്തൻ ആശയമേ അല്ല. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു
ഒരു സമ്പ്രദായമാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധ ഖുർആൻ ഒരു തവണയെങ്കിലും വായിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായുള്ള ധാരണയുമുണ്ട് അല്ലെ? ഏതാണ് ഇത്തരത്തിലുള്ള സ്വവർഗാനുരാഗം എന്ന് പറയുന്നത്? ഇപ്പൊ ഇതൊക്കെ പുതിയ കാലത്ത് വന്നിട്ടുള്ളതാണ്. അതായത് ജീവനില്ലാത്ത വസ്തുക്കളോട് തോന്നുന്ന ഇത്തരം ആകർഷണങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഉടലെടുത്തതാണ് എന്നുണ്ടെങ്കിലും ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ സ്വവർഗാനുരാഗം എന്ന് പറയുന്ന ഒരു പുരുഷന് പുരുഷനോടോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് സ്ത്രീകളോടോ തോന്നുന്ന ഈ ഒരു ആകർഷണത്തിന് ഇത് ആധുനിക കാലഘട്ടത്തിൽ ഉടലെടുത്തൊന്നൊന്നും അല്ല. ഇത് വിശുദ്ധ ഖുർആൻ വായിക്കുന്ന ഒരാൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ തന്നെ ഒരു പ്രവാചകൻ അലൈഹിസ്സലാമയെ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഒരു ജനതയിലേക്ക് അള്ളാഹു അയക്കുന്നത് ആ ജനത ശിർക്ക് ചെയ്തത് കൊണ്ടോ അതല്ലെങ്കിൽ ആ ജനത മറ്റുള്ള എന്തെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ ചെയ്തത് കൊണ്ടോ ഒന്നും ആയിരുന്നില്ല. പകരം ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു നിയോഗിക്കുന്ന ആ ജനതയിൽ ഉണ്ടായിരുന്ന പ്രത്യേകത അവർ സ്വവർഗാനുരാഗികളായിരുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത്തരം ആശയങ്ങൾ പുത്തനാണ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു അബദ്ധമാണ്. വിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട്, ഇനി വിശുദ്ധ ഖുർആനിൽ മാത്രമല്ല, ഇത് നമ്മൾ വിചാരിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രം എതിർക്കപ്പെടുന്ന ഒരു ആശയമാണ് എന്നുള്ളത് ഒരിക്കലുമല്ല. ഇത് ജൂതമതത്തിൽ ഇതിലേറെ എതിർക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. ക്രിസ്തു മതത്തിന്റെയും ആശയങ്ങൾ നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തു മതത്തിലും ഇത്തരത്തിലുള്ള ആശയങ്ങൾ യാതൊരു തരത്തിലും അവർ എന്ത് ചെയ്യുന്നില്ല, മുന്നോട്ട് വെക്കുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പ്രവാചകൻ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന പ്രവാചകൻ ഈ പറയുന്ന മൂന്ന് വിഭാഗവും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ലൈംഗിക കൃത്യങ്ങൾ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ലൈംഗിക അക്രമങ്ങൾ, അരാജകത്വം നിലനിന്നിരുന്ന ഒരു രാജ്യത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു നാട്ടിലേക്കാണ് എന്നതാണ് സത്യം. അപ്പോൾ നിങ്ങൾ സൂറത്ത് അങ്കബൂത്തില് 28-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി ഇന്നകും ലതഅതൂനൽ ഫാഹിഷത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ലൂത്ത് തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം പ്രവാചകരെ നിങ്ങൾ ഓർക്കുക, അല്ലെങ്കിൽ മനുഷ്യരെ നിങ്ങൾ ഓർക്കുക. എന്താണ് ലൂത്ത് അലൈഹിസ്സലാം പറയുന്നത്? ഇന്നകും ലതഅതൂനൽ ഫാഹിഷത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. തീർച്ചയായും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു നീചവൃത്തി ഉണ്ടല്ലോ, ഈ ഒരു നീചവൃത്തി ലോകത്ത് ഒരാളും ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ആദ്യമായിട്ട് ലോകത്ത് ഉടലെടുത്തിട്ടുണ്ടായിരുന്ന ഒരു പ്രത്യേക ആചാരമായിരുന്നു ഈ പറയുന്നത്. എന്താണ് അവർ ചെയ്തിരുന്ന അതിക്രമം അല്ലെങ്കിൽ അക്രമം എന്നുള്ളത്? അത് തൊട്ടടുത്ത ആയത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. അതായത് അവർ ചെയ്തിരുന്ന അതിക്രമം എന്ന് പറയുന്നത് ഇന്നകും ലതഅതൂന റിജാല വതഖതഊന സബീല വതഅതൂന ഫീനാദികും മുൻകർ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ കാമനിവാരണത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പുരുഷന്മാരുടെ അടുക്കൽ തന്നെ ചെല്ലുകയാണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇതാണ് ആ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു അക്രമം എന്നുള്ളത്. ഇത് മറ്റുള്ള പല സൂറത്തുകളിലൂടെയും അല്ലാഹു നമുക്ക് പരിചയപ്പെടുന്ന കാണാൻ സാധിക്കും. സൂറത്ത് ശുറായിലൂടെയും ഒക്കെ ഇതേ ആശയം തന്നെ നമ്മൾ മുന്നോട്ട് അല്ലാഹു വെക്കുന്നുണ്ട്. അതായത് ലൈംഗിക തൃപ്തിക്ക് വേണ്ടിയിട്ട് അവരുടെ ആ നാട്ടിലുള്ള പുരുഷന്മാരായിരുന്ന ആളുകൾ അതേ പുരുഷന്മാരുടെ അടുക്കലേക്ക് തന്നെ പോയിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു അക്കാലഘട്ടത്തിൽ ഈ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അതിക്രമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇതിനെ കുറിച്ച് മാത്രം പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രവാചകനെ അള്ളാഹു ഈ ജനങ്ങൾക്കിടയിലേക്ക് മാത്രമായിട്ട് അയക്കുന്നതിന്റെ ചരിത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു പ്രവാചകൻ അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ആ നാട്ടിൽ പ്രബോധനങ്ങൾ ഒരുപാട് നടത്തിയെന്നുണ്ടെങ്കിലും അവർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു തെറ്റിൽ നിന്നും പിന്മാറാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. യാതൊരു കാരണവശാലും അവർ തയ്യാറാകുന്നില്ല. വർഷങ്ങളോളം അദ്ദേഹം പ്രബോധനം ചെയ്തിട്ടും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ലൂത്ത് അലൈഹിസ്സലാമയിൽ പിൻപറ്റുകയും എന്നിട്ട് എന്ത് ചെയ്യുന്നത്, ലൂത്ത് അലൈഹിസ്സലാമയിൽ പിൻപറ്റുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്തത്. ഒരു വേള ഈ ആളുകൾ തന്നെ ലൂത്ത് അലൈഹിസ്സലാമയെ വെല്ലുവിളിക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ താങ്കൾ പറയുന്നത് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ശിക്ഷ വരുന്നു എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ശിക്ഷ ഞങ്ങളിലേക്ക്
എത്തിച്ചു കൊണ്ടുപോവാ, ഞങ്ങളിലേക്ക് കൊണ്ടുപോവാ, ഞങ്ങളിലേക്ക് അയക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ലൂത്ത് അലൈഹിസ്സലാമയെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വിഭാഗം വെല്ലുവിളിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, ഇതൊരു പുത്തൻ ആശയമൊന്നുമല്ല. ഇത് പണ്ട് കാലം മുതൽ തന്നെ നിലനിന്നിരുന്ന ഒരു ആശയമാണ്. ഇതിനെതിരെയാണ് പ്രവാചകന്മാരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ഒക്കെ പ്രബോധനം ചെയ്ത് സൽമാർഗത്തിലേക്ക് ആളുകളെയൊക്കെ ക്ഷണിച്ചു കൊണ്ടുവന്നപ്പോ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇതേ പ്രവൃത്തി തന്നെ ചെയ്യുന്ന ആളുകളായിട്ട് എന്ത് ചെയ്യാണ് ജനങ്ങൾ വീണ്ടും വീണ്ടും മാറുന്ന ഒരവസ്ഥയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ഒരു ജനങ്ങൾക്കിടയിലേക്ക് അള്ളാഹു അവന്റെ ശിക്ഷ അയക്കുന്നുണ്ട്. ശിക്ഷ അയക്കുന്ന വേണ്ടിയിട്ട് അവർക്കിടയിലേക്ക് വരുന്നത് മലക്കുകൾ മനുഷ്യരൂപത്തിലായിരുന്നു. പുരുഷന്മാരായിട്ടുള്ള മനുഷ്യരൂപത്തിലുള്ള മലക്കുകളാണ് ലൂത്ത് അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നത്? അള്ളാഹു നിയോഗിക്കുന്നത് ഇവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ജനങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജനങ്ങൾ ആ പറയുന്ന മലക്കുകളായുള്ള പുരുഷവേഷത്തിൽ വന്ന മലക്കുകളുടെ പിന്നാലെ കൂടിയതാണ്. എന്നിട്ട് അവര് വിട്ടുതരാൻ വേണ്ടിയിട്ട് ലൂത്തിന്റെ പിന്നാലെ നടന്നിട്ട് അവരെ വിട്ടുതാ എന്ന് പറഞ്ഞിട്ട് അവരുടെ പിന്നാലെ കൂടി ലൂത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന, ലൂത്ത് അലൈഹിസ്സലാമയെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ജനങ്ങൾ എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശിക്ഷിക്കാൻ വന്ന മലക്കുകളുടെ പിന്നാലെ പോലും ലൈംഗികപരമായിട്ടുള്ള ഉത്തേജനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യാണ്? പിന്നാലെ പോകാം. അത്രമേൽ അക്രമം പ്രവർത്തിച്ച ഒരു ജനവിഭാഗമായിരുന്നു അവരെന്നുള്ളതാണ്. ഒരു വേള ലൂത്ത് അലൈഹിസ്സലാം അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലൈസ മിൻകും റജുലുർ റഷീദ്, എന്റെ പിന്നാലെ വന്നുള്ള ഈ അതിഥികളെ നിങ്ങൾ അപമാനിക്കരുത് കേട്ടോ, ഇവരെന്റെ അതിഥികളാണ്, ഇവർക്ക് മാന്യമായിട്ട് ഇവരോട് മാന്യമായി നിങ്ങൾ പെരുമാറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ഇവർ പിന്തിരിയാതെ ഇരിക്കുന്ന ഒരു വേളയിൽ ലൂത്ത് അലൈഹിസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അലൈസ മിൻകും റജുലുർ റഷീദ്, നിങ്ങളിൽ ബുദ്ധിയുള്ള ആരും ഇല്ലേനാ? ചിന്താശേഷിയുള്ള ബുദ്ധിയുള്ള ആരും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ലൂത്ത് അലൈഹിസ്സലാം ഈ ഒരു ജനങ്ങളോട് ചോദിക്കുന്നത്. ഈ ഒരു ചോദ്യത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നോക്കൂ, നിങ്ങളിൽ ബുദ്ധിയുള്ള ആരും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ബുദ്ധിപരമായി ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇതൊരു തെറ്റാണ്, ഇത് ശരിയല്ല, ഇത് പ്രകൃതിക്ക് തന്നെ നിരക്കാത്ത ഒന്നാണ് എന്ന് ഒരു കാലം വരെ അങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത്, അല്ലെ? പ്രകൃതി വിരുദ്ധം അല്ലെങ്കിൽ പരിസ്ഥിതി വിരുദ്ധമായൊരു കാര്യമാണ് ഇത് എന്ന് പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഇന്ന് ആളുകൾ മാറിയിട്ട് ഇത് പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള ഒന്നാണ് എന്ന രീതിയിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇത് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരല്പം പോലും ബുദ്ധിയില്ലേ എന്നാണ് ലൂത്ത് നബി എന്ത് ചെയ്യുന്നത് ഇവരോട് ചോദിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ബുദ്ധിപരമായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇതൊരു ശരിയായ ചോദ്യമല്ലേ? നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി. വേറെ ഏതെങ്കിലും ഒരു ജീവി ഇത്തരത്തിലൊരു ലൈംഗിക സുഖത്തിന് വേണ്ടിയിട്ട് സ്വന്തം ലിംഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ അടുത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും? ഒരു കോഴി, ഒരു പൂവൻകോഴി എപ്പോഴും ഒരു പെൺകോഴിയുടെ അല്ലെങ്കിൽ ഒരു പിടക്കോഴിയുടെ അടുത്തേക്ക് മാത്രമേ പോവുള്ളൂ, അല്ലെ? ഒരു നായ പട്ടിയുടെ അടുത്ത് മാത്രമേ പോവുള്ളൂ. അതുപോലെ തന്നെ ഒരു ആൺപൂച്ച ഒരു പെൺപൂച്ചന്റെ അടുത്ത് മാത്രമേ പോവുള്ളൂ. ഒരു കൊമ്പനായ ഒരു പിടിയാനന്റെ അടുത്തേക്ക് മാത്രമേ പോവുള്ളൂ. പക്ഷെ മനുഷ്യർക്ക് മാത്രം അങ്ങനെയല്ല. ചെടികൾ നോക്കിയൊക്കെ നിങ്ങൾ, ചെടികളിൽ പോലും ഇത്തരത്തിലുള്ള സംഗതികളില്ല, അല്ലെ? എല്ലാ വസ്തുക്കളെയും ഇണകളായിട്ടാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നതിന്റെ ഏറ്റവും വലിയൊരു സംഗതി അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അർത്ഥം നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി. ചെടികൾക്ക് വരെയുണ്ട് ഈ ആണും പെണ്ണും എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അല്ലെ? ഒരു പൂവുകൾക്ക് വരെയുണ്ട്. ഇപ്പോ നമ്മൾ ഒരു മത്തനോ അല്ലെങ്കിൽ ഒരു കുമ്പളമൊക്കെ കുത്തിയിട്ട് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള പൂക്കൾ അതിൽ ഉണ്ടാകാറുണ്ട്. പെൺപൂവും ഉണ്ടാവും, ആൺപൂവും ഉണ്ടാവും. ഈ ആൺപൂവും പെൺപൂവും തമ്മിൽ പരാഗണം നടക്കുമ്പോൾ മാത്രമാണ് അതിൽ കായുണ്ടായി മാറുന്നത്. ഇതൊരു പ്രകൃതിയിലുണ്ടായുള്ള ഒരു പ്രകൃതി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയൊരു ആശയമാണിത്. അതായത് ആണ് പെണ്ണിനോടും പെണ്ണ് ആണിനോടും മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൂടിച്ചേരാൻ പാടുള്ളൂ എന്നുള്ളത്. പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം ആളുകൾ പറയുന്നത് ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള എന്തുമില്ല, യാതൊരു തരത്തിലുള്ള അർത്ഥവുമില്ല. ആർക്കും ആരുമായി സംഗമിക്കാം, ആർക്കും ആരോടുമായിട്ട് ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടാം, ആർക്കും ആരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടാം എന്നുള്ള ഇത്തരം ആശയങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇത് ആളുകൾ ഇന്നത്തെ യാന്ത്രിക കാലഘട്ടത്തിൽ ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. എത്ര ഇപ്പൊ ലൂത്ത് നബി അലൈഹിസ്സലാം ചോദിച്ചതുപോലെ എത്ര ബാലിശമായ ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പടച്ചോൻ നമുക്ക് നൽകിയിട്ടുള്ള ബുദ്ധിപരമായിട്ട് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത്തരം കാര്യങ്ങളുടെ പൊള്ളത്തരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇത്തരം ആളുകളോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇവര് ഏറ്റവും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയൊരു ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പലപ്പോഴും പറയാറുണ്ട് ഇതിനൊക്കെ ശാസ്ത്രത്തിന്റെ പിന്തുണയുണ്ട് എന്നാണ്.
അത് തന്നെ ഏറ്റവും വലിയൊരു പൊട്ടത്തരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മാനസികമായൊരു പ്രശ്നമാണ്. ഈ മാനസികമായൊരു പ്രശ്നത്തിന് എങ്ങനെയാണ് ശാസ്ത്രത്തിന്റെ ഒരു പിന്തുണ ഉണ്ടാവുക? ശാസ്ത്രം എന്ന് പറയുന്നത് എപ്പോഴും എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കുന്നതിലും അല്ലെങ്കിൽ പ്രകൃതിയിൽ ഒളിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവ വികാസത്തിന്റെ അടിവേരുകൾ തേടിപ്പോയിട്ട് അതിന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനൊക്കെ നമ്മൾ ശാസ്ത്രം എന്ന് പറയാം. എന്നാൽ മാനസികമായുള്ള ഇത്തരം ഒരു അവസ്ഥക്ക്, മാനസികപരമായുള്ള ഒരു അവസ്ഥക്ക് ശാസ്ത്ര പിന്തുണ ഉണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ അബദ്ധപരമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ എന്താണ് ഇവർ ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള പിന്തുണയുണ്ട് എന്ന് അവകാശപ്പെടുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധുനിക കാലഘട്ടം വരെ, ഒരു 19ാം നൂറ്റാണ്ട് വരെ മനഃശാസ്ത്ര വിദഗ്ധരായുള്ള ആളുകൾ പറഞ്ഞിരുന്നത് ഇതൊരു തരത്തിലുള്ള മാനസികമായുള്ള പ്രശ്നം തന്നെയാണ്, ഇതിനെ ചികിത്സിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഒരു പ്രത്യേക സുപ്രഭാതത്തിൽ ഇതിന് എതിരെന്തിരു ഇതൊരു മാനസിക പ്രശ്നമൊന്നുമല്ല, ഇതൊരു പ്രകൃതിയിലുള്ള നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് എന്ന രീതിയിലേക്ക് അവർ മാറ്റി എഴുതി. ഇത് എങ്ങനെ മാറ്റി എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയപരമായിട്ട് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ മുന്നോട്ട് വെക്കുന്ന ആളുകൾ ശക്തി പ്രാപിക്കാൻ തുടങ്ങിയപ്പോൾ, അതുപോലെ തന്നെ മറ്റുള്ള പല മതങ്ങളും ഇതിനെ ഒരു തരത്തിലുള്ള അനുകൂല ചുറ്റുപാടിലേക്ക് പോയപ്പോൾ, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം മാത്രമാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ആശയങ്ങളെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു വിഭാഗം. ക്രിസ്തുമതത്തിലുള്ള പല ആളുകളും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള സ്വവർഗാനുരാഗ വിവാഹങ്ങൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒക്കെ സ്വാധീനം കിട്ടി തുടങ്ങിയപ്പോ അമേരിക്കയിലുള്ള മനഃശാസ്ത്ര രോഗ വിദഗ്ധരായുള്ള കുറെ ആളുകൾ കൂടിയിരുന്നിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇതിൽ ചർച്ച ചെയ്തിട്ട് രണ്ടഭിപ്രായം കൊണ്ട് ഇവർക്കിടയിൽ കുറച്ച് ആളുകൾ പറഞ്ഞു ഇതൊരു മാനസിക രോഗം തന്നെയാണ്, അതുകൊണ്ട് ഇതിനെ ചികിത്സിക്കണം എന്ന രീതിയിൽ അവർ മുന്നോട്ട് പോയപ്പോ മറ്റു കുറച്ച് ആളുകൾ പറഞ്ഞു ഇത് മാനസിക രോഗമൊന്നുമല്ല, ഇതൊരു പ്രശ്നമല്ല, ഇത് സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രകൃതി നിലനിൽക്കുന്ന ഒന്നാണ് എന്ന് മറ്റു ചില ആളുകളും എന്ത് ചെയ്യാണ്, ഇതേ മാനസിക വിദഗ്ധരായുള്ള ആളുകളുടെ കൂട്ടത്തിനിടയിൽ നിന്ന് രണ്ട് വിഭാഗമുള്ളവർ എടുക്കുകയാണ്. എങ്ങനെയും ചർച്ച ഒന്ന് പരിഹരിക്കണമല്ലോ. ഈ ചർച്ച പരിഹരിക്കാൻ വേണ്ടി ഇവർ ചെയ്ത മാർഗം എന്ന് പറയുന്നത് ഈ ഒരു സമ്പ്രദായത്തെ ഇവർ വോട്ടിംഗ് എടുത്തു. എന്നിട്ട് വോട്ട് ചെയ്തപ്പോ ഇതിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് ഭൂരിപക്ഷം അഭിപ്രായം ലഭിച്ചു, അല്ലെങ്കിൽ ഭൂരിപക്ഷം വോട്ട് ലഭിച്ചു. അതോട് കൂടിയിട്ട് ഇവരുടെ ബുക്കുകളൊക്കെ മാറ്റി എഴുതി. എന്നിട്ട് എന്ത് പറഞ്ഞു, ഇതൊരു മാനസിക പ്രശ്നമൊന്നുമല്ല, ഇതിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല, ഇതൊക്കെ പ്രകൃതിയിലുള്ളതാണ് എന്ത് ചെയ്തു, ഇവര് മാറ്റി വോട്ടിങ്ങിലൂടെ ഇത് മാറ്റി എഴുതി. അങ്ങനെ വോട്ടിങ്ങിലൂടെ മാറ്റി എഴുതിയ ഈ ഒരു രീതിയെയാണ് ഇവരെന്ത് പറയുന്നത്, ഇതിന് ശാസ്ത്രീയപരമായുള്ള പിന്തുണയുണ്ട്, ഇത് ശാസ്ത്രീയപരമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യുന്നത് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ ലോകത്തെ ഏറ്റവും വലിയൊരു അബദ്ധമാണ്. കാരണം ശാസ്ത്രീയമായിട്ടൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഇതിനുള്ള ഗവേഷണങ്ങൾ നടക്കണം, അല്ലെ? ഇത്തരം മനുഷ്യരുടെ ചിന്താഗതിയുള്ള ആളുകളുടെ ഹോർമോണുകളെ കുറിച്ചൊക്കെ പഠന വിധേയമാക്കണം. പക്ഷെ നിർഭാഗ്യവശാൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്കൊന്നും ഇവരുടെ ഹോർമോണിൽ എന്തെങ്കിലും മാറ്റമുള്ളതായിട്ടോ ഇവർക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതാണ് ലോകത്തെ ഏറ്റവും വലിയൊരു അബദ്ധം. ഈ ഒരു ചിന്താഗതിക്ക് ശാസ്ത്രീയപരമായുള്ള പിന്തുണയുണ്ട് എന്ന് അവകാശപ്പെടുന്നതാണ് ഏറ്റവും വലിയ ഒരു അബദ്ധം എന്ന് എന്ത് ചെയ്യാം നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല ഇത്തരത്തിലുള്ള ജനവിഭാഗത്തെ അള്ളാഹു ശിക്ഷിച്ചതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ ഓതി വെച്ചിട്ടുള്ള ആയത്ത്. ഫലമ്മാ ജാഅ അംറനാ ജഅൽനാ അലൈഹാ സാഫിലഹാ ഫഅംതർനാ അലൈഹാ ഹിജാറതൻ മിൻ സിജ്ജീലിൻ മംദൂദ്. അതായത് ഫലമ്മാ ജാഅ അംറനാ, എന്റെ കൽപ്പന വന്നപ്പോൾ, അതായത് എന്റെ ശിക്ഷ അവർക്ക് വന്നപ്പോൾ എന്തായിരുന്നു ശിക്ഷ എന്ന് പറയുന്നത്, അവരുടെ നഗരത്തെ ഞാൻ അടിവശം മുകളിലാക്കിയിട്ട് മറിച്ചിട്ടു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ചരിത്രത്തിന്റെ ബാക്കി ഭാഗമാണ്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് അള്ളാഹു മലക്കുകളെ നിയോഗിച്ച് ആ മലക്കുകൾ ആ ഒരു പ്രദേശത്ത് മുഴുവനായിട്ട് ഇങ്ങനെ മലക്കുകളുടെ ചിറക് കൊണ്ട് ഇങ്ങനെ കോരിയിട്ട് ഒരു ദോശ കോരിയെടുത്തിട്ട് അങ്ങനെ മറിച്ചിട്ടു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു എന്ത് ചെയ്യുന്നത് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മലക്കുകൾ പറയുന്നുണ്ട്, ലൂത്തേ എന്ത് തരത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടാലും എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, തിരിഞ്ഞു നോക്കരുത്, നിങ്ങൾ ഈ രാത്രിക്ക് രാത്രി തന്നെ ഈ നാട് വിട്ടു പോകണമെന്ന് ലൂത്ത് അലൈഹിസ്സലാമക്ക് മുന്നറിയിപ്പ് ആ മലക്കുകൾ നൽകിയിട്ട് ആ മലക്കുകൾ ഈ നാടിനെ എന്ത് ചെയ്യുന്നതാണ്, ദോശയൊക്കെ ഇങ്ങനെ മറിച്ചിടുന്നത് പോലെ കീഴ്മേൽ മറിച്ചു എന്നും ചൂളക്ക് വെച്ചുള്ള കല്ലുകൾ കൊണ്ടുള്ള മഴ അവിടെ വർഷിപ്പിക്കുകയും ചെയ്തു എന്നാണ് അവർക്കെതിരെയുള്ള ശിക്ഷയായിട്ട് അള്ളാഹു
വിശുദ്ധ ഖുർആനിലൂടെ എന്ത് ചെയ്യുന്നത്, നൽകുന്നത്. ആ ശിക്ഷ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ചരിത്രകാരന്മാരൊക്കെ അവകാശപ്പെടുന്നത്. അല്ലാഹു അഅലം. അതായത് പറയപ്പെടുന്നത് ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഡെഡ് സീ, ചാവുകടൽ എന്ന് പറയുന്ന ഒരു തടാകമുണ്ട്. ആ തടാകം ഇവരുടെ പ്രദേശമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ആ പ്രദേശം ഇവിടെ അള്ളാഹു ചൂളക്ക് വെച്ച കല്ലുകൊണ്ട് എറിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു മഴ പെയ്യിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ശാസ്ത്രീയമായിട്ടൊക്കെ വിശകലനം ചെയ്യുമ്പോൾ ഈ പറയുന്ന ചാവുകടലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഒരു ജീവിക്കും ജീവിക്കാൻ പറ്റാത്ത അത്രമേൽ ഉപ്പ് രസമുള്ള സാന്ദ്രത കൂടിയിട്ടുള്ള ഒരു വെള്ളമാണ്. അതിൽ മീനുകൾ ഉണ്ടാവില്ല. ഒരു വേള അതിന്റെ മുകളിലൂടെ പക്ഷികൾ പോലും പറക്കാൻ ഭയപ്പെടുന്നു എന്നാണ്. കാരണം അതിൽ നിന്ന് വരുന്ന നീരാവി പോലും എന്ത് ചെയ്യുന്നുണ്ട്, ചില ജീവനുള്ള വസ്തുക്കൾക്ക്, ജീവികൾക്ക് അപകടകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ അത്രമേൽ വലിയൊരു ശിക്ഷ, അല്ലെങ്കിൽ ഇന്നും നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു ശിക്ഷയാണ് എന്ത് ചെയ്യുന്നത്, പടച്ചറപ്പ് ഇത്തരം ഒരു അതിക്രമം ചെയ്തിട്ടുള്ള, ഇത്തരത്തിലുള്ള ഒരു സാമൂഹികപരമായ തിന്മ ചെയ്തിട്ടുള്ള ആളുകളിലേക്ക് എന്ത് ചെയ്യുന്നത്, അള്ളാഹു നിയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും അറിയുകയും എന്നിട്ട് ഇതിന്റെ ഒക്കെ ചരിത്രം എന്താണ് എന്നും അതുപോലെ തന്നെ ഏത് വിധത്തിലാണ് ഇതിനൊക്കെയുള്ള ആളുകൾ പിന്തുണ നൽകുന്നത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഇതൊക്കെ എത്രത്തോളം ബാലിശമായിട്ടുള്ള വാദങ്ങളാണ് എന്ന് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കുന്നത്. പടച്ചറപ്പ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചത് ഇന്ന് എന്തുകൊണ്ടാണ് ഇത്ര ഒരു വിഷയം എടുത്തെന്ന് കഴിഞ്ഞാൽ ഇത് പലപ്പോഴും നമ്മളറിയാതെ തന്നെ നമ്മുടെ കുട്ടികൾക്കിടയിലേക്കൊക്കെ ഇത്തരം ആശയങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കടന്നിങ്ങനെ വരുന്നുണ്ട്. ഇപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടില് കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളെ വിളിച്ചിട്ട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി മതി, അല്ല മോനെ അല്ലെങ്കിൽ അല്ല മോളെ, ഒരാണിനെ തന്നെ കല്യാണം കഴിക്കുന്നതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു നോക്കാം. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ തന്നെ പത്രത്തിലുള്ള വാർത്തകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളൊരു ആദിലയുടെയും നൂറയുടെയും ഒക്കെ വാർത്ത കേട്ടിട്ടുണ്ടാവും. ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാളുകളാണ്. അതായത് കേരളത്തിൽ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു സ്വർഗാനുരാഗ വിവാഹം ചെയ്ത് രംഗത്ത് വന്ന് പരസ്യമായി വീട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ എതിർത്ത് രംഗത്ത് വന്ന രണ്ടാളുകളാണ്. നിങ്ങൾ നോക്കിയാൽ മതി. ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജുകൾ പിൻപറ്റുന്ന, ഫോളോ ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുട്ടിയോട് ചോദിച്ചു നോക്കാം, എന്താണ് നിങ്ങളുടെ ഈ വിഷയത്തിലൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ അവർ തുറന്നു പറയും, ഇതൊന്നും യാതൊരു കുഴപ്പമില്ല. ഇതിന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പലരോടും ഞാൻ ചോദിച്ചിട്ട് കിട്ടിയുള്ള ഒരു മറുപടിയാണ്, ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഇതൊക്കെ എന്താ നമ്മൾ ചെയ്യുന്നില്ലല്ലോ, പലപ്പോഴും അതാണ് നമ്മൾ ചെയ്യാറ്. നമ്മുടെ മനസ്സിലേക്ക് വരെ വരുന്ന ഒരു ആശയമാണത്. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ, ചെയ്യണോര് ചെയ്തോട്ടെ, അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം എന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയെ ശിക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു സമൂഹത്തെ മുഴുവൻ ശിക്ഷിക്കുന്ന രീതിയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി അവസാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കണം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാം ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അബൂദാവൂദും തിർമിദിയും ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. മൻ വജദതുഹു യഅമൽ അമല ഖൗമി ലൂത്തിൻ ഫഖ്തലു ഫാഇലൻ വമഫൂലൻ ബിഹി എന്നുള്ളതാണ്. അതായത് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഖൗമ് ചെയ്ത പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ ആ ചെയ്തവരെയും ചെയ്യപ്പെട്ടവരെയും നിങ്ങൾ എന്ത് ചെയ്യണം, കൊന്നു കളയണം എന്നാണ്. അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ശിക്ഷയാണ്. സ്വർഗാനുരാഗികൾക്കുള്ള ശിക്ഷയായിട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇതാണ്. അവരെന്ത് ചെയ്യാം, കൊന്നു കളയണം. ഇതാണ് ഇസ്ലാമികപരമായുള്ള ശിക്ഷ. ഇതിനുള്ള ശിക്ഷ, അതായത് വ്യഭിചാരിക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണോ അതേ ഒരു ശിക്ഷ തന്നെ ഇത്തരം ആളുകൾക്കും കൊടുക്കണം എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറക്കൊന്നും ഇതിന്റെ ഗൗരവം അറിയില്ല എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ അവരെ കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ തട്ടമിട്ട് നടക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് പോലും അറിയാത്ത കുട്ടികളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്.
നമ്മൾ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇത്തരം വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കണില്ല. ഖുർആനിൽ ലൂത്ത് നബി ഉണ്ട് എന്നുള്ളത് മദ്രസയിൽ 5ാം ക്ലാസ് പഠിച്ചു നിർത്തി. പക്ഷെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഏത് വിഭാഗം ജനതയിലേക്കാണ് അയച്ചത് എന്നും ആ ജനതയ്ക്ക് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചിരുന്ന അക്രമം എന്താണ് എന്നോ അതുപോലെ തന്നെ അവരെ ഏത് രീതിയിലാണ് അല്ലാഹു ശിക്ഷിച്ചത് എന്നോ അത് ആ ശിക്ഷ ഇന്നും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും പാവം നമ്മുടെ യുവതലമുറക്കോ നമ്മുടെ കുട്ടികൾക്കോ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത്. ഇത് നമ്മൾ അവരെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇത് പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള അബദ്ധകരമായിട്ടുള്ള അവസ്ഥക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന് കൂടി എന്ത് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴും സൂചിപ്പിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. സാമൂഹികപരമായുള്ള ഇത്തരത്തിലുള്ള തിന്മകൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ അതിനെതിരെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. അവസാനമായിട്ട് ചെറിയ കഥ കൂടി നിങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കഥ ഇപ്രകാരമാണ്, ചെറിയൊരു കഥയാണ്. അതായത് ഒരു നാട്ടിലുള്ള മുഴുവൻ ആളുകളും അക്രമം പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറി. നാട്ടിലുള്ള മുഴുവൻ ആളുകളും അക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവം അവർക്കിടയിലേക്ക് ഒരു ശിക്ഷ നൽകാൻ വേണ്ടിയിട്ട് മാലാഖമാരെ പറഞ്ഞേക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മലക്കുകളെ പറഞ്ഞേക്കാൻ. ആ മലക്കുകൾ ഇങ്ങനെ വന്ന് ശിക്ഷിക്കാൻ നോക്കിയപ്പോൾ ഉണ്ടത്രേ ആ നാട്ടിൽ ഒരു മനുഷ്യൻ മാത്രം വളരെ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ അള്ളാഹുവിനെ അല്ലെങ്കിൽ ദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നു. മലക്കളും എന്ത് ചെയ്തു, ഈ പറഞ്ഞ ദൈവത്തിന്റെ അടുക്കലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനൊരു മനുഷ്യനെ ഞങ്ങൾ കണ്ടു, എന്ത് ചെയ്യണം, ഒരു മനുഷ്യനെ നാട്ടിൽ നന്നായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ദൈവം അവർക്ക് മറുപടി കൊടുത്തത്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യം കൊല്ലേണ്ടത് ആ മനുഷ്യനെയാണ്. ആദ്യം ആ മനുഷ്യനെ കൊന്നുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങളെ ശിക്ഷിക്കാൻ നിങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അതായത് ഇസ്ലാമികപരമായിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഈ ഒരു കഥയ്ക്ക് ഒരുപാട് ആശയങ്ങളുണ്ട്. കാരണം സമൂഹത്തിൽ തിന്മകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാകുമ്പോൾ അതിനെതിരെ കയ്യും കെട്ടി നോക്കി നിൽക്കുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഏതൊരു വിധത്തിലും അതിനെതിരെ പ്രവർത്തിക്കുക, രംഗത്ത് വരിക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നോക്കാം, ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങളും മറ്റു പ്രയാസങ്ങളോടെ നീ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ നാഥ. മുസ്ലിങ്ങളായി എന്നതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാവിധ പ്രശ്നങ്ങളും നീ ദൂരീകരിച്ച് നൽകണമേ തമ്പുരാനെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا رب.